Hi guys, welcome back to Freak Jesus Vlogs. So I'm just quickly going to talk about Karuppu, Karuppu, which is a Surya movie. I am very much disappointed in Karuppu. I know I'm pretty much late in doing this review, but then still I thought that I should give my review. I should put up my review for Karuppu as I have seen the movie yesterday. I saw it with my best friend Sunil. He's the one who he's the one who took me for the movie, and I was actually happy to see a Surya movie after a long time. But then the thing is that the fact is that Karuppu was such a disappointment. It's not about the logical factors or anything of that sort, because there is no logic in the movie. The movies as such, you should watch these movies without going by logic, because these kind of movies are meant to be that way. But then it is not about the logical side or anything of that sort. This is completely about the direction or the storyline or whatever it is. I couldn't connect with the movie. I mean, yes, there are moments in the movie that was good. The actor, our Malayali actor, somebody Indran Saturn, was like too damn good. Indran's was on another level. പുള്ളിയുടെ ഭാഗങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ ആ കുറച്ചുണ്ടായത് ഭാഗങ്ങൾ പൊളിച്ചടുക്കി. അപ്പം പുള്ളി ഹാറ്റ്സ് ഓഫ് ടു ഇന്ദ്രൻ സേട്ടൻ വാസ് ഫ്ലോലെസ്. അങ്ങേര് ആക്ടിങ്ങിൻ്റെ വേറെ ലെവലിലോട്ട് പോവാണ്. സൂര്യ ഓൾസോ ഓക്കെ, സൂര്യയുടെ ആ റോള് സൂര്യ നന്നായിട്ട് ചെയ്തു. അതല്ല ഇവിടുത്തെ പ്രശ്നം. മൂവി ആസ് സച്ച്, അതായത് സിനിമ എന്തൊക്കെയോ ട്രിഷ എനിക്ക് AI ആയിട്ടാണ് തോന്നിയത്. എനിക്ക് അറിഞ്ഞൂടാ, തൃഷ ശരിക്കും എനിക്ക് AI ആയിട്ടാണ് തോന്നിയത്. തൃഷ ഒരു AI ബീയിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സിനിമയിൽ. എന്താണെന്ന് എനിക്ക് അറിയില്ല. തൃഷയുടെ ആക്ടിങ്ങും പോരാ, നോർമൽ യൂഷ്വൽ തൃഷ വന്നില്ല. ഭയങ്കര ആർട്ടിഫിഷ്യൽ, ഭയങ്കര ഫേക്കിംഗ് ആയിട്ട് തോന്നി. പിന്നെ അനഘ, ഇന്ദ്രൻ ചേട്ടൻ്റെ മോളായിട്ട് അഭിനയിച്ച അനഘ നമ്മുടെ ആലപ്പുഴ ജിംഖാനയിലൊക്കെ ഉള്ള അനഘയല്ലേ, പുള്ളിക്കാരിക്ക് നന്നായിട്ട് അഭിനയിച്ചു, സൂപ്പറായിട്ട് അഭിനയിച്ചു. പിന്നെ ബാലാജി, ദ ആൻറ്റി ഹീറോ, വാസ് ഓൾസോ ഗുഡ്. അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ആക്ടിങ് പാർട്ട്. എല്ലാവരും അവരുടെ റോളൊക്കെ നന്നായിട്ട് ചെയ്തു. പക്ഷേ അത് മൂവി ആസ് സച്ച് വാസ് ഗാർബേജ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായി പോകുമായിരിക്കും. പക്ഷേ ടു ബി വെരി ഓണസ്റ്റ്, ഇറ്റ് വാസ് ഗാർബേജ്, വേസ്റ്റ് ആയിരുന്നു. വേസ്റ്റ് എന്ന് വെച്ചാൽ വെറും വേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ദേഷ്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഗൈസ്. ചിലന്മാരിപ്പോൾ പറയുന്നുണ്ട് സൂര്യയുടെ കംബാക്ക് മൂവി. ദയവ് ചെയ്ത് നിങ്ങൾ സൂര്യയുടെ കംബാക്ക് മൂവി ഇതിനെ പറയല്ലേ. അത്രയ്ക്കും മാത്രം നിങ്ങൾ സൂര്യ ഫാൻസ് ആയിട്ട് നിങ്ങൾ അത്രയ്ക്കും മാത്രം സൂര്യയെ ഡൗൺഗ്രേഡ് ചെയ്യില്ല. കാരണം സൂര്യ എന്ന് പറയുന്ന ആൾ സൂര്യ റിപ്പോർട്ടറും വാരണമായരും പിന്നെ ഗജനി, പിന്നെ ഇഷ്ടംപോലെ അങ്ങനത്തെ കിടിലം പടം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങേരെ. ഈ കറുപ്പ് സ്വാമി എൻ്റെ പൊന്ന്. അതായത് ഈ ഒരു സിനിമ അയാളുടെ കംബാക്ക് എന്ന് പറയുകയാണെങ്കിൽ, സൂര്യ ഫാൻസ്, യു ഗൈസ് ആർ ഇൻസൾട്ടിങ് സൂര്യ ലൈക്ക് എനിത്തിങ്, ഓക്കെ. കാരണം ഇതൊരു സൂര്യ കംബാക്ക് മൂവി അല്ല. ഇതൊരു ചുമ്മാ ഒരു അങ്ങനത്തെ ഒരു പാണ്ടി അങ്ങനത്തെ ഒരു പടം എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് മനസ്സിലായില്ലേ. ഇതൊക്കെ കാണുമ്പോഴാണ് ഗൈസ്. അപ്പം വിജയ് ഫാൻ ആയതുകൊണ്ട് പറയല്ല, ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞ ഉടനെ ഞാൻ സുനിലിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അതായത് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ വിജയുടെ ഒരു ഓറ മനസ്സിലാക്കുന്നത്. അതായത് വിജയുടെ ആ ഒരു സാധനം ഉണ്ടല്ലോ, വിജയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറി, വിജയുടെ ആ ഒരു ആക്ടിങ് സാധനം ഉണ്ടല്ലോ. അതായത് നമുക്ക് തോന്നും അത് വിജയ് സ്വന്തമായിട്ട് എല്ലാ സീനും, വിജയുടെ എല്ലാ ഡയലോഗ്സും വിജയ് സ്വന്തമായിട്ട് കൈന്നിടുന്നതാണ്. അപ്പോൾ കൈന്നിട്ട് പറയുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. കാരണം അത്രയ്ക്ക് ഇങ്ങനെ ഒരു പുള്ളിയുടെ ഒരു യുണീക്ക് സ്റ്റൈൽ പുള്ളി അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിജയും സൂര്യയും തമ്മിൽ സംസാരിക്കാനല്ല ഞാൻ അവിടെ വന്നത്. പക്ഷേ ഷോർട്ടായിട്ട് പറയാം, കറുപ്പ് മൂവി വാസ്, എനിക്കറിയാം കുറേ പേർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സൂര്യ ഫാൻസിനായാലും അല്ലാതെ. അതിന് ആ രീതിക്ക് കാണണം എന്നൊക്കെ ആളുകൾ പറയും. ആ രീതിക്ക് തന്നെ ഞാൻ കണ്ടത്. ഇതിപ്പോൾ ഞാൻ ലോജിക്കൊന്നും പറയുന്നില്ല, പക്ഷേ ആ സിനിമ എനിക്ക് എന്തൊക്കെയോ കാണിക്കുന്നത്, പിന്നെ കണക്ഷനും എല്ലാം മൊത്തത്തിലൊരു പോരായ്മ. അപ്പം ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് സിനിമ വാസ് എ വെരി ബിഗ് ഡിസപ്പോയിൻമെൻറ്റ്, എ ബിഗ് തംസ് ഡൗൺ. അപ്പം അറിയില്ല. അപ്പം സൂര്യയുടെ ഇനിയെങ്കിലും പഴയതുപോലെ സൂര്യയുടെ കിടിലം മൂവീസ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. കറുപ്പിൻ്റെ റിവ്യൂ തരണമെന്ന് തോന്നി പെട്ടെന്ന്, അതുകൊണ്ട് വന്നതേ ഉള്ളൂ. ആരും എന്നെ ചീത്ത വിളിക്കരുത്, ഒന്നും തോന്നരുത്. ദിസ് ഇസ് മൈ ഓണസ്റ്റ് റിവ്യൂ. സിനിമയിൽ കുറേ എന്താ പറയുക, ഇങ്ങനെ റെഫറൻസ്
പാട്ടൊക്കെ വേറെ സിനിമകളിലും പല പല കാര്യങ്ങളും റെഫറൻസ് കാണിച്ചുകൊണ്ടുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊള്ളാം, അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ കൊള്ളാം, അതാ ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങൾ കൊള്ളാം, ഇന്ദ്രൻ ചേട്ടൻ്റെ ഭാഗങ്ങൾ കൊള്ളാം, അതെല്ലാം കൊള്ളാം. പക്ഷേ മൂവി ആസ് സച്ച് വാസ് പട്ടിത്തീട്ടം. ഓക്കെ, അത് ഞാൻ എങ്ങനെയൊക്കെയോ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു ഗൈസ്. ഞാൻ മാക്സിമം അത് ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു കുറേ, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും പറ്റിയില്ല ഗൈസ്. അപ്പം അത് മൊത്തത്തിൽ ഓവറോൾ പറയുകയാണെങ്കിൽ ദ മൂവി വാസ് എ ഡിസാസ്റ്റർ. കറുപ്പ്, ഐ എം റിയലി സോറി. അപ്പം സൂര്യയുടെ റോളക്സും അങ്ങനത്തെ ഹെവി സാധനങ്ങൾ വരട്ടെ എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്. അപ്പോൾ വേറെ മറ്റൊരു റിവ്യൂമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.